നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് അതിൻ്റെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും തുടക്കം കുറിക്കാനും അവസരം വന്നു ചേരും. ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അവലംബിക്കുന്നത് വഴി അതിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഗുണകരമായി തീരുവാൻ തന്നെയാണ് അതിനൊരു സാധ്യത കാണുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലർക്കും പരിശീലനം നൽകുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. അതിന് പുറമെ പ്രാണായാമം, യോഗ, ഭക്ഷണ ക്രമീകരണം എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. 2027 ചിങ്ങമാസത്തിൽ, അതായത് 2027 ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഈ സെപ്റ്റംബർ മാസത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ അവസരമുണ്ടാകും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. നിർധനരായവർക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനിടവരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാം എഴുതി വെച്ചും കൊണ്ടും സഹപ്രവർത്തകരെ ഏൽപ്പിച്ചും കൊണ്ടും ഉദ്ധരിക്കുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. പരാജയ സാധ്യതകളെ വിലയിരുത്തി വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പിന്മാറി മറ്റൊരാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിതരണ വിപണന മേഖല ഏറ്റെടുക്കുവാനും മറ്റു ചിലർ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവസരത്തിന് യോഗമുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ദമ്പതികൾക്ക് താൽക്കാലികമായിട്ട് 6 മാസത്തിൻ്റെ, അതായത് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ജീവിത പങ്കാളിയെ മാതാപിതാക്കളുടെ ഒപ്പം താമസിപ്പിച്ചും കൊണ്ട് ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. 2022-2023 കാലങ്ങളിൽ നടത്തി വന്നിരുന്ന തൊഴിൽ മേഖലകളുടെ അന്നത്തെ ഒരു പ്രവൃത്തി പരിചയം വിലയിരുത്തി ഈ ജൂൺ മാസം മുതൽ ആ ഒരു മേഖലകൾ ഒരു ഉണർവ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിക്കൊണ്ട് ഉദ്ധരിക്കാൻ തീരുമാനിക്കുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാനിടയുള്ളതുകൊണ്ട്, അതായത് ഉദ്യോഗസ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധി ഉള്ളതിനാൽ 2 ആഴ്ച ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് തൊഴിൽ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹംഗവീക്ഷണം എന്ന നിലയിൽ 1-2 മണിക്കൂർ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വേണ്ടി വരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. വസ്തുതകൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും തൊഴിൽ മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. മേലധികാരികളിൽ നിന്നുമുള്ള ഈ സാഹചര്യങ്ങളെ കൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിൽ
ഉടമസ്ഥരെ ധരിപ്പിക്കുവാനും അതിലൊരു ധ്രുവീകരണത്തിന് വേണ്ടി തയ്യാറാകുവാനും അതിൻ്റെ ഒരു പൂർണ്ണമായുള്ള രൂപം അവലംബിക്കാൻ പോലും ഒരു സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. സ്വന്തം കാര്യങ്ങൾ നീക്കിവെച്ച് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾക്കായിട്ട് 1-2 ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ദൂരയാത്ര വേണ്ടി വരുവാനിടയുണ്ട്. എന്നാൽ വാഹനം ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് ദൂരദേശത്ത് വസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിശയോക്തി കലർന്ന സംസാര രീതി ഒഴിവാക്കി യുക്തിയുക്തമുള്ള സമീപനവും സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനിടവരും. സ്വയം തീരുമാനിച്ച വ്യാപാര മേഖലകളിൽ നിന്നും അഥവാ സംയുക്ത മണ്ഡലങ്ങളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കാനുള്ള ഒരു അവസരം ലഭിക്കാത്തതിനാലോ അഥവാ സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിനാലോ തൽക്കാലത്തേക്ക് ജന്മനാട്ടിൽ ജോലി രാജിവെച്ചോളൂ അല്ലെങ്കിൽ ജന്മനാട്ടിലേക്ക് പോയിക്കോളൂ എന്ന നിർദ്ദേശം മേലധികാരികളിൽ നിന്നും വന്നു ചേരുവാനും അതിന് തക്കവണ്ണം ഉള്ളൊരു പദ്ധതികൾ ആവിഷ്കരിക്കും. ഒരു പക്ഷേ 3-4 മാസത്തേക്ക് അവിടെ ജോലിക്ക് അന്വേഷിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണം തയ്യാറാകുവാൻ ഇടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ അവസരം വന്നു ചേരും. മക്കളുടെ സമീപനത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം മാസങ്ങളോളം താമസിക്കാൻ തക്കവണ്ണമാണ്. എന്നിരുന്നാൽ പോലും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ള അവസരത്തിന് പോലും സാധ്യതയുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ അവലംബിക്കാനിടവരും. കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനത്താലും ആർജവത്തോടു കൂടിയതായിട്ടുള്ള സമീപനത്താലും ഈ അനിഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പൊതുവെ കാര്യങ്ങളെല്ലാം നടക്കുകയില്ലയോ എന്നൊരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവുകയും എന്നാൽ എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ അന്തിമ നിമിഷത്തിൽ വന്നു ചേരുവാൻ കാർത്തിക നക്ഷത്രം ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ തൊഴിൽ മേഖലകളിൽ അഥവാ ജോലിപരമായിട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് സമ്മർദ്ദവും അധികാരപരിധിയും ചുമതലകളൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തൃപ്തികരമല്ലാത്ത പല സാഹചര്യങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിച്ചാലോ രാജിക്കത്ത് നൽകിയാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാം. എന്നാൽ നിലവിലുള്ളത് ഉപേക്ഷിച്ചാൽ 2027 ജൂൺ വരെ മറ്റൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായിരിക്കാമെങ്കിൽ പോലും നിലവിലുള്ള ജോലി തുടരുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജോലിസ്ഥലത്ത് പല ദുരൂഹങ്ങൾ വന്നു ചേരുക, മറ്റു ചിലർക്ക് ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിക്കുക, അതായത് സ്ഥാപനത്തിന് പദ്ധതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ സ്ഥാപനത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാഷ്ട്രങ്ങളിലേക്കോ ജോലി മാറ്റമുണ്ടാവുക എന്ന സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുന്നത്, ഇങ്ങനെ ഏതൊരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്.
സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുമെങ്കിൽ പോലും തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഇനി ഒരു വർഷം വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും വേണം എന്ന ധാരണയോടുകൂടി തന്നെ അതിനുവേണ്ടി മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ഒരു എല്ലാ വിഭാഗങ്ങളിലും വിഹഗവേഷണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയോടുകൂടിയും ദീർഘവീക്ഷണത്തോടുകൂടിയും സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇനിയൊരു വർഷത്തേക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അല്ലാത്ത പക്ഷം കാലത്തും രാത്രിയിലും ധാരാളം യാത്രകൾ വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട്, അതായത് കാലത്ത് നേരത്തെ പോണ്ടി വരും, വളരെ വൈകിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുവാൻ ഇടയുള്ളത്. പകർച്ചവ്യാധി പിടിപെടുവാനിടയുണ്ട്. അവിചാരിതമായിട്ട് സ്ഥാപനത്തിന് അവസരങ്ങൾ വളരെ കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാരെ പിരിച്ചുവിടുവാൻ തീരുമാനിക്കും. ഉന്നത പദവിയിലിരിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പല ഉദ്യോഗസ്ഥർക്കും ജോലി നഷ്ടപ്പെടുവാനിടയുണ്ട്. പലപ്പോഴും മാനസികമായുള്ള പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ, അതായത് കുട്ടികൾ പഠിക്കുക, അതേപോലെ തന്നെ വീട് വാങ്ങിയതിനുള്ള ലോൺ, ഇങ്ങനെ പല സാഹചര്യങ്ങളെ കൊണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും നവംബർ കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു ആശ്വാസമുണ്ടാകും. എന്നാൽ 2027 ജൂൺ അല്ലെങ്കിൽ 2028 ഓഗസ്റ്റ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ മാത്രമേ ഇതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ചെലവിനങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതേപോലെ തന്നെ ദൂരെ യാത്രകൾ ഒഴിവാക്കും. ഇങ്ങനെയെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും അനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് പ്രവൃത്തി പരിചയമില്ലാത്ത മേഖലയിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുന്നത് നന്നായിരിക്കും. ദുരാചാരങ്ങളെ ഒഴിവാക്കി സദാചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. പക്ഷഭേദമില്ലാതെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. തൻ്റേതല്ലാത്ത കുറ്റങ്ങളെ കൊണ്ട് അപരാധം കേൾക്കുവാനിടവരുമെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ട് അവലംബിക്കുന്നത് വഴി അവർക്കും അതൊരു ചെറിയതായിട്ടുള്ളൊരു കുറ്റബോധം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഉയർച്ചയോ സാമ്പത്തികമായുള്ള നിലനിൽപ്പോ ഇല്ലാത്തതിനാൽ വാടകയ്ക്കാണെങ്കിൽ പോലും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സാഹചര്യങ്ങൾക്കനുസരിച്ചും സാമ്പത്തികമായിട്ടുള്ള അനുഭവക്കുറവ് കൊണ്ടും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ വിജയശതമാനം ലഭിച്ചതിനാൽ ഗവൺമെൻറ് സീറ്റിൽ തന്നെ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഈശ്വര സാന്നിധ്യത്താൽ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കാനും അനാവശ്യമായിട്ടുള്ള ചെലവുകളെല്ലാം ഒഴിവാക്കി ഒരു ക്രോഡീകരിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിടവരും. വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ തൽക്കാലം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് നന്നായിരിക്കും. പലവിധത്തിലുള്ള സാഹചര്യങ്ങളെ കൊണ്ടും സുതാര്യത കുറവ് കൊണ്ടും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി
സ്വന്തമായി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ചിലർക്ക് ലോൺ കിട്ടാത്തൊരവസ്ഥ, മറ്റു ചിലർക്ക് അനുമതി ലഭിക്കാത്തതിൻ്റെ അവസ്ഥയിൽ ജന്മനാട്ടിൽ തന്നെ നല്ല വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ അത് സ്വീകരിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ജോലിക്കാർക്ക് നടപടികൾ എടുക്കുവാൻ ഇടവരും. ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇടവരുമെങ്കിൽ പോലും നേട്ടം ഭാവിയിലേക്കുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടും എന്നത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ സാമ്പത്തികമായുള്ള നേട്ടം കുറയും എന്നതിനാൽ കൂടുതൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുവാൻ ഇടയുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ മറ്റ് ചില രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. യുക്തിയുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ പോലും അത്ര തന്നെ നിഷ്കർഷയുണ്ടെങ്കിൽ മാത്രമേ അത് ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിലവിലുള്ള ജോലിയിൽ അത്ര തന്നെ നേട്ടം, പുരോഗതി എന്നിവ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വ്യക്തിത്വം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുകയെന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ച വാഹനോപയോഗം, സാഹസമായിട്ടുള്ള പ്രവൃത്തികൾ ഇവയെല്ലാം തന്നെ ഈ മാസത്തിൽ പരമാവധി ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.